ആര്യൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ് കേട്ടോ. ബെഞ്ചേട്ടാ അയച്ചിട്ടുണ്ട് കേട്ടോ. ബെഞ്ചേട്ടാ അയച്ചിട്ടുണ്ടേ. ഞാൻ കുരങ്ങച്ചൻ ചേട്ടാ സോറി എന്ന് പറയുന്നുണ്ട്. എന്തിനാ കുരങ്ങച്ച നമ്മള് സോറി പറയുന്നേ? ബെഞ്ചേട്ടാ ഞാൻ അയച്ചിട്ടുണ്ടേ. ആ ഞാൻ അല്ല ഞാൻ അതെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. ആഷി കുറെ ഇരുന്ന് ചിരിക്കും. ആഷിയുടെ ലൈവിൽ വന്ന് കുറെ സപ്പോർട്ട് കൊടുക്കും. എന്നിട്ടും വരാതെ കുറെ പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രാവേ, അളിയാ നമ്മുടെ സ്വന്തം ചാനൽ എന്ന് പറയാൻ നമുക്ക് 3-4 ചാനലുകളുണ്ട്. അവിടെ നമ്മൾ ആർമാദിക്കും എന്ന് പറയുന്നുണ്ട്. കുരങ്ങച്ച ചേട്ടാ റിയലി സോറി അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി കുരങ്ങച്ച? വാട്ട് ഹാപ്പൻഡ്? ഇത് ആര്യൻ ചേട്ടാ വേറെ പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. എന്നെ മൈൻഡ് ചെയ്യാൻ ടൈം കിട്ടാറ് കൂടിയില്ല. പ്രാവ് ചേട്ടന് അതാണ് കാര്യം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രാവ് എന്താണ് പ്രാവ്? നമ്മുടെ നീതുവിനെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ലാത്തെ? ഏഹ്? നമ്മുടെ ബെൻചേട്ടൻ വരുന്നുണ്ട്. നാട്ടുവാർത്ത ഓൺലൈൻ സെറ്റ് ആയി. ഹായ് നാട്ടുവാർത്ത. എന്തൊക്കെയുണ്ട് നാട്ടുവാർത്ത വിശേഷം? സുഖായിരിക്കുന്നത്. ബെൻചേട്ടാ, ബെൻചേട്ടാ ഹായ് എന്തൊക്കെയുണ്ട് ആഷി. ബെൻചേട്ടാ? ലൈവിലോട്ട് സ്വാഗതം. വന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. കുറെ കാലത്തിന് ശേഷമാണ് ബെൻചേട്ടാ അല്ലെ? ഒത്തിരി ഒത്തിരി സന്തോഷം. ഇതാണ് നമ്മുടെ ബെൻചേട്ടാ, ബെൻ മുതലാളി. ആർക്ക് വേണമെങ്കിലും മറ്റേ സബുകൾ കോരി വാരി എറിഞ്ഞു തരുന്ന ഒരു വ്യക്തിക്ക് ഉടമയാണ് നമ്മുടെ ബെൻചേട്ടൻ. എന്ത് വേണമെങ്കിലും സഹായിക്കുകയും ബെൻചേട്ടാ എനിക്ക് കുറച്ച് സബെങ്കിലും തരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തരുന്ന ഒരു വ്യക്തിക്ക് ഉടമയാണ് നമ്മുടെ ബെൻചേട്ടൻ. ബെൻചേട്ടന്റെ ലൈവിൽ എല്ലാരും പോവുക. ബെൻചേട്ടൻ അങ്ങനെ ആരെയും വിളിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ബെൻചേട്ടൻ ഒരു ഡ്രൈവറാണ്. മിക്ക ദിവസങ്ങളിലും ചിലപ്പം ബെൻചേട്ടൻ പുറത്തായിരിക്കും. പിന്നെ ബെൻചേട്ടൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും ചില സമയത്ത് ലൈവ് ഇടുന്നത്. അങ്ങനെയൊക്കെയാണ് ബെൻചേട്ടൻ. പക്ഷേ നമ്മൾ ഒരു സബോ അല്ലെങ്കിൽ 1K ആക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ബെൻചേട്ടൻ ഫോൺ ചെയ്ത് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി സബ് തരുന്ന ഒരു വ്യക്തിക്ക് ഉടമയാണ് ബെൻചേട്ടാ. ബെൻചേട്ടാ ലൈവിലോട്ട് സ്വാഗതം. ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ വെൽക്കം ടു മൈ ലൈഫ് ബെൻചേട്ടാ. എന്താണ് ബെൻചേട്ടാ വിശേഷം? സുഖായിരിക്കുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? കണ്ണൊക്കെ ചോർന്നിരിക്കുകയാണല്ലോ. ഞാൻ ആദ്യം തന്നെ ഉറക്കമൊന്നുമില്ലേ? എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുവാണ്. കാര്യം വെച്ചാല് 1947 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാല് ആ സമയത്ത് നമ്മുടെ പൂർവികര് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി പടപൊരുതിയാണ് ഇന്ന് നമുക്ക് ഈ കണ്ട സ്വാതന്ത്ര്യങ്ങളെല്ലാം കിട്ടിയത്. നമുക്ക് സംസാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, യാത്രാ സ്വാതന്ത്ര്യവും അങ്ങനെ എല്ലാം നമുക്ക് കിട്ടിയത്. അപ്പം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ആഷിയെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈവിൽ വരുന്നത് മെയ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ് ആഷി എൻ്റെ ലൈവിൽ ആദ്യമായിട്ട് വരുന്നത്. ആഷി എന്ന് പറഞ്ഞ് അപ്പം അന്ന് മുതൽ ഞങ്ങൾ ഫ്രണ്ട്സായി. 18-ാം തീയതിയാണ് ഞങ്ങൾ കൂടുതൽ വ്യക്തിപരമായിട്ട് എടുക്കുന്നത്. എൻ്റെ ഒരു മംഗലാപുരത്തു നിന്ന് കേരളത്തിലോട്ടുള്ള യാത്ര വെച്ചാണ് ഞങ്ങൾ ആഷി 1K ആവുന്നതൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ ഒരു സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ. അതിനുശേഷം ഇപ്പൊ ഇവിടെ ഇരുന്ന ആര്യൻ സാറ് അത് മെയ് 24 ഒരു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. സാറ്റർഡേ ആണ് ഞങ്ങൾ തമ്മിൽ ഞാൻ ഒരു ഇതുപോലെ തന്നെ ആഷിയുടെ ലൈവ് വന്നു. അപ്പം ആര്യൻ സാറ് അതേപോലെ SM നമ്മുടെ സുധിയേട്ടൻ ഇവരൊക്കെ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അതിനെല്ലാം ആദ്യം തന്നെ ദൈവത്തോടും അപ്പം നിങ്ങളോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം. ഈ ആഷി ആണെങ്കിലും ആര്യൻ സാർ ആണെങ്കിലും അതേപോലെ തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ് ഓൾറെഡി. കാര്യം ഇപ്പൊ ഈ കാണുന്ന ചിരിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയുള്ള ചിരി തന്നെയാണ്, ആത്മാർത്ഥതയുള്ള സ്നേഹം തന്നെയാണ്. ഞാൻ ആരെയും പൊക്കി പറയുകയോ